ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്നൊരു ന്യൂ വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. താത്താക്ക് കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ പോയി അവരെ സർപ്രൈസ് ചെയ്യാനുള്ള ഒരു കേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മളടുത്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ വിചാരിച്ചു ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ പോയി കേക്കും ബൊക്കെയൊക്കെ കൊടുത്ത് ബർത്ത്ഡേ ബോയിനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോയും അതിൽ കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളതൊക്കെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു നിങ്ങളാളായിരുന്നു, എനിക്കറിയണ്ടായിരുന്നില്ല. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയ ബർത്ത്ഡേ സർപ്രൈസ് ആയി പോയിട്ടാ. ഇപ്പൊ നോക്ക് ചെയ്തപ്പോൾ ഡോറ് തുറന്ന ആൾക്ക് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കേക്കും ബൊക്കെയൊക്കെ കൊടുത്ത്. പക്ഷെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നില്ല, ബാക്കിൽ വരുന്ന ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ പക്ഷെ ആള് സർപ്രൈസ് ആയി, ആൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ചേച്ചിയാണ് കേട്ടോ ഈ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനായിട്ട് റാസൽ കെയ്മയിലുള്ള ഡൈൻ ഹബ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. എനിക്ക് എപ്പോഴും പറയൂ കേട്ടോ, ഈ റെസ്റ്റോറൻറ്റിലൊന്ന് പോയി നോക്കണം, നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ട്രൈ ആക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇന്ന് ഡൈൻ ഹബിൽ വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും ബിരിയാണി തന്നെ ഓർഡർ ആക്കിയത്. ഞാൻ ഫിഷ് ബിരിയാണിയും ഇക്കു മട്ടൻ ബിരിയാണിയും ഓർഡർ ആക്കിയിട്ടാണ്. ഞാൻ തീരെ മട്ടൻ വാങ്ങാറില്ല, എനിക്ക് മട്ടൻ അത്ര ഇഷ്ടമല്ല. ഫിഷും ഞാൻ മിക്കപ്പോഴും ബിരിയാണി വാങ്ങാന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി തന്നെ വാങ്ങല്. അപ്പം പിന്നെ ഒരു ചേഞ്ചിന് ഫിഷ് ബിരിയാണി ട്രൈ ആക്കി നോക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടും നല്ലതായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ റുവ ബേബീനെ അവരോടത്ത് ചോദിച്ചപ്പോൾ ബേബി ചെയർ ഉണ്ടായിരുന്നു, അപ്പോൾ ബേബി ചെയറിൽ ഇരുത്തി. പിന്നെ 2 ഗ്ലാസ്സൊക്കെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ അത് പിടിച്ചിട്ട് കളിച്ചിരിക്കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗഫൂർക്കാസ് തട്ടുകടയിൽ പോയിട്ട് ഔലുക്കാൻ്റെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്കു ഈ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ പച്ച മസാല ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം അത്രക്കായിട്ടില്ല, എന്നാലും അതിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇക്കൊന്ന് ഇഷ്ടപ്പെട്ട്. എന്താ ചാറാ നാരങ്ങ, ഇതൊരു നാരങ്ങയും ഡേറ്റ്സും കൂടിയിട്ടുള്ള അച്ചാറായിരുന്നു കേട്ടോ. അതൊരു മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ബിരിയാണിയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കൂട്ടി കഴിച്ച്. ഈ ഒരു മട്ടനിൽ അത്യാവശ്യം പീസ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഒരു ആവശ്യത്തിന് കുക്കായിട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫിഷ് ബിരിയാണിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഷൊക്കെ നല്ല മസാല ഒക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ആ ഒരു റൈസിൽ തന്നെ ഒരുപാട് മസാല ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു ബിരിയാണി കഴിക്കുന്നതിന് മുന്നേ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് പായസം തന്നിട്ടുണ്ടായിരുന്നു, സേമിയ പായസം. അത് കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും പെപ്സി എങ്ങാനും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് 2 പെപ്സിയും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇതേ ഞങ്ങളുടെ 2 പേരുടെയും ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതേ റുവമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ കയ്യേകാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 പെപ്സിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കുടിച്ച് ഇതേ റുവ ബേബി ഇവിടെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൈമൊക്കെ ഇതിലിരുന്ന് അപ്പോൾ അവൾക്ക് മതിയായി തുടങ്ങിയേക്കണം ചെയറിൽ ഇരുന്നിട്ട്.
ദേ ഇക്കു ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനും കൈയൊക്കെ കഴുകി റൂമോൾ എടുത്തിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് നെസ്റ്റോൽക്കാണ്. നെസ്റ്റോൽക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമോൾക്ക് പനക്കൽക്കണ്ടം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മുമ്പൊരു ദിവസം. അപ്പോൾ അന്ന് വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയത്. ശരിക്കും നമ്മൾ കാണുമ്പോൾ പനങ്കൽക്കണ്ടാണെന്ന് വിചാരിക്കും, പക്ഷെ അതായിരുന്നില്ല. തെറ്റിയിട്ട് ഞങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും മധുരത്തിന് നമുക്ക് വല്ല ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇക്കു അവിടെ പനക്കൽക്കണ്ടം നോക്കണ ടൈമിൽ ഞാനിവിടെ ഐസ്ക്രീം നോക്കുമായിരുന്നു കേട്ടോ, ഏത് ഐസ്ക്രീമാണ് വാങ്ങേണ്ടത് എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരുപാട് ഐസ്ക്രീം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഫൈനലി ഹെർഷീസിൻ്റെ ഈ ഒരു ഐസ്ക്രീമാണ് എടുത്തത്. അങ്ങനെ നമ്മൾ അത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് അതെല്ലാം കഴിച്ച് ഇക്കുവിന് ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു. പക്ഷേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടാ ഇപ്പോൾ ചൂട് സമയമാണ്, ഭയങ്കര വെയിലായ എവിടെ പോകാനാന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ വിചാരിച്ച എങ്ങനെയൊക്കെ പോകാമെന്ന്. പക്ഷെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കും തോന്നിയിട്ടാ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ UAE. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാനുള്ള ഒരു ഇതൊന്നും തോന്നുന്നില്ല. തണുപ്പ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിലല്ലേ, പിന്നെ വല്ല മോളിലൊക്കെ പോകേണ്ടി വരും. അത് കാരണം പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചാൽ പ്ലാന്. പിന്നെ ഈ ഒരു ഹെർഷീസ് സൺഡേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേക്കിൻ്റെ പീസസും പിന്നെ ചോക്കോ ചിപ്സും പിന്നെ ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയായിട്ട് കിടലിനായിരുന്നു. അപ്പോൾ ഇതേ ഈ ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കണത്. അവിടെ വെജ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് ഞാനിതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ, മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിങ്ങനെ ഒരു കാരമൽ സോസൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കൂടിയായിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് ടൈമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ നമ്മൾ ഒരു അധികം ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു വൈകുന്നേരം ടൈമായിരുന്നു. അപ്പോൾ നമുക്ക് ഫിലിം കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.